ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് S2 മാത്തമാറ്റിക്സിലെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ 5th മൊഡ്യൂളിലെ ഒരു ന്യൂ സെക്ഷനാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. കൺവല്യൂഷൻ ഒരു പുതിയ സെക്ഷനാണ് കേട്ടോ. കൺവല്യൂഷൻ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ പറഞ്ഞതാണ്. എന്താണ് കൺവല്യൂഷൻ? രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ പുതിയൊരു ഫംഗ്ഷൻ കിട്ടുന്നതിന് വിളിക്കുന്ന പേരാണ് കൺവല്യൂഷൻ എന്നത്. ഓക്കെ ആണല്ലോ അത്? ഇവിടെ നോക്കിക്കേ, രണ്ട് സിഗ്നലിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്നു, ന്യൂ സിഗ്നൽ കിട്ടുന്നു, അതിന് വിളിക്കുന്ന പേരാണെന്ത്? കൺവല്യൂഷൻ. ഈ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് സ്റ്റാർ ജി ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഫംഗ്ഷൻ. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ പുതിയൊരു ഫംഗ്ഷൻ കിട്ടുന്നതാണ് കൺവല്യൂഷൻ. എന്നാൽ ഇക്വേഷൻ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് യു ജി ഓഫ് എക്സ് മൈനസ് യു ഡി യു. നമ്മൾ കൺക്ലൂഷനിൽ മറ്റെന്തായിരുന്നു? ടി മൈനസ് യു ആയിരുന്നു അല്ലേ? ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ എഫ് സ്റ്റാർ ജി ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് യു ജി ഓഫ് എക്സ് മൈനസ് യു ഡി യു. ഓക്കെ ആണല്ലോ? ഇനി നോക്കിക്കേ, അതർവൈസ് അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. എന്താ? മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി, ഈ യുവിന് പകരം ഇവിടെ എക്സ് മൈനസ് യു കൊടുക്കാം, എക്സ് മൈനസ് യുവിന് സ്ഥാനത്ത് യു കൊടുക്കാം. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ മാറും? എങ്ങനെ ചേഞ്ച് ചെയ്യും? എഫ് ഓഫ് എക്സ് മൈനസ് യു ജി ഓഫ് യു ഡി യു. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കൺക്ലൂഷൻ കഴിഞ്ഞ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ പറഞ്ഞതാണ്. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു പുതിയ ഫംഗ്ഷൻ കിട്ടുന്നു. ഇവിടുത്തെ ഇക്വേഷൻ നോക്കിയേ എല്ലാവരും. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ കൺക്ലൂഷൻ ഇക്വേഷൻ നോക്കിയേ, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് യു ജി ഓഫ് എക്സ് മൈനസ് യു ഡി യു. അതേപോലെ മൈനസ് ഇൻഫിനിറ്റി ഓറാണ് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് മൈനസ് യു ജി ഓഫ് യു ഡി യു. ക്ലിയർ ആണല്ലോ? ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്റ്റേറ്റ് ചെയ്യാൻ ഒരു 3 മാർക്കിന് ചോദിക്കാം. കൺവല്യൂഷൻ തിയറം ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ കൺവല്യൂഷൻ തിയറം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം. 3 മാർക്സിന് ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കിക്കേ, ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു? ലെറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ബി ടു ഫംഗ്ഷൻ. അത് നമുക്കറിയാം, രണ്ട് ഫംഗ്ഷൻ എന്തായാലും വേണം കൺവല്യൂഷൻ. ഓക്കെ ആണല്ലോ? അത് ഡിഫൈൻ ചെയ്തേക്കുന്ന ഇൻ്റർവൽ, ഡിഫൈൻഡ് ഇൻ ദ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെല്ലാണ് ഈ രണ്ട് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഹാവിങ് ഫൊറിയർ ട്രാൻസ്ഫോം. അതിൻ്റെ രണ്ട് ഫൊറിയർ ട്രാൻസ്ഫോം നോക്കിയേ. എന്താ? ഈ രണ്ട് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. അത് ഡിഫൈൻ ചെയ്തേക്കുന്ന ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആണ്. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എഫ് ഓഫ് ലാംഡ ആൻഡ് ജി ഓഫ് ലാംഡ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ദെൻ Fourier transform of convolution of f of x and g of x എന്താണ്? then Fourier transform of convolution of f of x and g of x. Then the Fourier transform of convolution of f of x and g of x is the product of, എന്താണ് നോക്കാം, is the product of Fourier transform of individual function. എന്താണ് പറഞ്ഞത്? ഇപ്പം ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ആ രണ്ട് ഫംഗ്ഷൻ എവിടെ ഉള്ളതാണ്? മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയിൽ ഡിഫൈൻ ചെയ്തേക്കുവാണ്. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ലാംഡ ജി ഓഫ് ലാംഡ എന്നാണ്. ഇനി അതിൻ്റെ ആ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ കൺവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? ദെൻ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ. അതായത് രണ്ട് ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ്റെ എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്ത്? കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. ഓക്കെ ആണോ അത്? ദെൻ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ. നോക്കിക്കേ എല്ലാവരും. നോക്കിക്കേ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്താണ് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും? മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള രണ്ട് ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ലാംഡ ജി ഓഫ് ലാംഡ. അങ്ങനെയാണെങ്കിൽ ദെൻ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ. അതായത് ഓരോന്നിൻ്റെയും ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും കൺവല്യൂഷൻ. ഓക്കെ ആണോ? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ മനസ്സിലായാലും എളുപ്പമല്ലേ? രണ്ടിൻ്റെയും പ്രോഡക്റ്റ്. കൺവല്യൂഷൻ എന്താണ്? രണ്ട് ഫംഗ്ഷൻ എടുക്കുന്നു, അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് കൺവല്യൂഷൻ. അതേപോലെ ഇവിടെയും പറഞ്ഞേക്കുന്നേ.
ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നോക്കിക്കുക എല്ലാവരും. എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് ഈക്വൽ ടു, ഇതാണ് കൺവല്യൂഷൻ ഇക്വേഷൻ. ഇത് ഇത്ര എഴുതുക, അതിനെ കൂടെ ഇക്വേഷൻ എഴുതുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഏതിൻ്റെയാണ്? രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു എന്താ? √2π എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്താ? എഫ് ഓഫ് ജി ഓഫ് എക്സ്. എന്താണ്? രണ്ട് ഫംഗ്ഷൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. നോക്കിക്കേ, പ്രോഡക്റ്റ് ഓഫ് എന്താണ്? ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ ആണ്. കണ്ടോ, ഓരോന്നിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോഡക്റ്റ് ആണ് എന്ത്? കൺവല്യൂഷൻ ഓഫ് എന്താ? എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. കമ്പ്യൂട്ട്, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കമ്പ്യൂട്ട് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് വെയർ എന്താണ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2 0 ≤ to x ≤ π. അടുത്ത എന്താണ്? 0 അതർവൈസ്. അതേപോലെ ഒരു ജി ഓഫ് എക്സും കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ്, π/2. ഇവിടെ എന്താ കണ്ടീഷൻ? 0 x π. ഇവിടെ 0 അതർവൈസ്. ഓക്കെ, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഉണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫോറിയർ ട്രാൻസ്ഫോം അല്ലെങ്കിൽ കൺവല്യൂഷൻ കണ്ടുപിടിക്കുന്നതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ കൺവല്യൂഷൻ ഫൈൻഡ് ചെയ്യണം. എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ എഴുതുന്നു. അത് ഇക്വേഷന് 1 മാർക്കാണുള്ളത് കേട്ടോ. നിങ്ങൾ അത് ആരും എഴുതാതിരിക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബൈ കൺവല്യൂഷൻ തിയറം എഫ് ഓഫ് എന്താ? എഫ് സ്റ്റാർ ജി, ഫോറിയർ ട്രാൻസ്ഫോം എഫ് സ്റ്റാർ ജി ഈക്വൽ ടു √2π ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് സ്മാൾ ജി ഓഫ് എക്സ്. എന്തുകൊണ്ടാണിത്? എന്താണ്? രണ്ട് ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എങ്ങനെ ഇരിക്കുന്നു? തുല്യം. ഏതിന് തുല്യമാണ്? ഓരോന്നിൻ്റെയും ഫൊറിയർ ട്രാൻസ്ഫോമിന് തുല്യമാണ്. അതാണ് അതിൻ്റെ കൺവല്യൂഷൻ. പറഞ്ഞ് മനസ്സിലായോ? എളുപ്പമല്ലേ? ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. എഫ് ഓഫ് എക്സ് എന്താണ് ഡിനോട്ട് ചെയ്ത് ഓർമ്മയുണ്ടോ? 1/2 ഈഫ് എന്താണ്? 0 ≤ to x ≤ π. ഇത് 0 അതർവൈസ്. ഓക്കെ ആണല്ലോ? എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഓരോന്നിൻ്റെയും ചെയ്തതിൻ്റെയൊക്കെയാണ് എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം ആദ്യം. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ജി ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഫൈൻഡ് ചെയ്യാം. എഫ് സ്റ്റാർ ജി എന്താ? കൺവല്യൂഷൻ. ഓക്കെ ആണോ? അത് അപ്പോൾ നോക്കിക്കേ എല്ലാവരും. എഫ് ഓഫ് സ്മാൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ? 1/√2π ഇൻ്റഗ്രൽ -∞ to +∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു e⁻⁻i λx dx. ഇതെന്തായിരുന്നു? നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇത് എന്താ ഇക്വേഷൻ്റെ മാറ്റം? -∞ to +∞ വരെയാണ് നമ്മുടെ രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഇവിടെ പറയുന്നുണ്ട് എഫ് ഓഫ് എക്സ് 1/2 ആണ്. എവിടെ? 0 മുതൽ എവിടം വരെ? π ആവുന്നത് വരെ. 0 to π വരെ എന്താണ്? 0 ഇവിടെ കൊടുക്കുവാണ്, ഞാനിവിടെ π കൊടുക്കുവാണ്. 0 to π വരെ എഫ് ഓഫ് എക്സ് എന്താണ്? 1/2 ആണ്. ബാക്കി എല്ലായിടത്തും എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? അതർവൈസ് ബാക്കി എല്ലാ കേസിലും എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടോ? -∞ മുതൽ ∞ വരെയുള്ള ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ഇൻ്റർവെൽ എന്തായിട്ട് മാറുന്നു? 0 to π ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? -∞ to 0 0 ആണ്. 0 to πയിൽ വാല്യൂ ഉണ്ട്. π to ∞ എന്താണ്? 0 ആണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? ഇവിടെ ഓൺലി 0 to π വരെ മാത്രമേ ഫംഗ്ഷൻ 1/2 ഉള്ളൂ. ബാക്കി എല്ലാ ഫംഗ്ഷനിലും എന്താണ്? ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അപ്പം നമുക്ക് എഴുതിക്കൂടി. അടുത്ത സ്റ്റെപ്പ് എന്താ? 1/√2π ഇൻ്റഗ്രൽ എന്തായി മാറുന്നു? 0 to π എന്നാകുന്നു. ഇനി എന്താ? എഫ് ഓഫ് എക്സ് 1/2 ഇൻറ്റു e⁻⁻i λx dx. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? 1/2ന് വെളിയിൽ കൊണ്ടുവരാൻ കോൺസ്റ്റൻറ്റ് √2π അതേപോലെ വെളിയിലുള്ള കാര്യമാണ്. ഇൻ്റഗ്രൽ എന്താണ്? 0 to π e⁻⁻i λx dx. നമുക്കറിയാം ഒരു കാര്യം എന്താ? e⁻ax ഇൻ്റഗ്രൽ എന്താ? e⁻ax/a. അപ്പോൾ ഇതേപോലെ ഇവിടെ പറഞ്ഞേ 1/2√2π ഇവിടെ എന്ത് വരും? e⁻⁻i λx ഡിവൈഡ് ബൈ റെസ്പെക്ട് ടു dx ആയതുകൊണ്ട് എക്സിൻ്റെ കോഎഫിഷ്യൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. -i λ വി ടു ദ ലിമിറ്റ് 0 to π. നോക്കിക്കേ, അപ്പർ ലിമിറ്റ് π കൊടുത്തു നോക്കിക്കേ. എക്സിന് വരെ എന്ത് കൊടുക്കുക? π കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1/2√2π എന്താണ്? e⁻⁻i λ ഇൻറ്റു π. എക്സിന് പൈ.
ഡിവൈഡഡ് ബൈ മൈനസ് ഐ ലാംഡ. ഇനി S0 എടുക്കാമല്ലോ. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. മൈനസ് ആൾറെഡി ഒരു ഉണ്ട്, പിന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു മൈനസ് ഇല്ലേ, ആ മൈനസും കൂടെ എന്തായി മാറും, പ്ലസ് ആയിട്ട് മാറും. ഇനി എന്താ വരും, ഇ റേസ് 0 1 ആണ്, 1 ബൈ ഐ ലാംഡ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താ ഫൈനൽ ആൻസർ കിട്ടുന്നത്, 1 മൈനസ് എന്ത് ചെയ്യുന്നു, 1 മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ലാംഡ പൈ ഡിവൈഡഡ് ബൈ 2√2 പൈ ഇൻറ്റു എന്താ വരുന്നേ, ഐ ലാംഡ. അതെന്തോന്ന് മനസ്സിലായി, ഈ മൈനസ് ഇവിടെ വരുമ്പോൾ എന്താ, ഇത് മൊത്തമായിട്ടൊരു മൈനസ് അല്ലേ, അതാണ് ഇവിടെ ഞാൻ രണ്ടാമത് എഴുതിയത്. പ്ലസിനെ ഞാൻ ആദ്യം എഴുതി, അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്തു. ഈ മനസ്സിലായല്ലോ ഇക്വേഷൻ, എളുപ്പമല്ലേ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, പാടൊന്നുമല്ല ഇൻറ്റഗ്രേഷൻ. അതേപോലെ എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ്, ഇതേപോലെ എന്താവും ജി ഓഫ് എക്സിൻ്റെ വാല്യൂ, ജി ഓഫ് എക്സ് പൈ ബൈ 2 ആണ്, ഇവിടെ 1/2 ആണ് ആദ്യത്തത്, ഇവിടെ അടുത്തത് പൈ ബൈ 2 ആണ്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ, അവിടെയും ലിമിറ്റ് 0 to പൈ വരെ എന്താണ്, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ പൈ ബൈ 2 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ പൈയിൽ എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് വരയ്ക്കാം, -∞ പ്ലസ് ഇൻഫിനിറ്റി വരെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0, ഇവിടെ പൈ ഇട്ടു. 0 to പൈ വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ പൈ ബൈ 2 ആണ്. പക്ഷേ പൈ ടു ഇൻഫിനിറ്റിയോ പൈനെ കാട്ടി വലുതാവുമ്പോൾ എന്താവും, എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ മൊത്തം എന്താണ്, 0 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എവിടെ മാത്രമേ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ, ഫസ്റ്റ് കേസ്, അതായത് 0 to പൈ വരെ എന്ത് ചെയ്യുന്നുള്ളൂ, വാല്യൂ ഡെഫിനിഷൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ മതി, അതിന് ഇൻ്റഗ്രൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി, ബാക്കി ഒന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 1/√2 പൈ ഇൻ്റഗ്രൽ എന്താണ്, ഞാൻ പറഞ്ഞ ഇൻ്റഗ്രൽ എന്താ, -∞ to +∞ ജി ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡി എക്സ്. ഇതെന്തിൻ്റെ ഇക്വേഷനാണ്, ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇനി ഞാൻ പറഞ്ഞ എന്താ, ഇൻ്റഗ്രേഷൻ എന്തായി മാറും, 1/√2 പൈ ഇൻ്റഗ്രൽ എന്തായി മാറും, 0 to പൈ ജി ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡി എക്സ്. ജി ഓഫ് എക്സ് എന്തായി മാറും, പൈ ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡി എക്സ്. ക്ലിയർ ആണല്ലോ ഇത്. ബാക്കി എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, പൈ ബൈ 2 വെളിയിലെടുത്ത് ബാക്കി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് ഈ ബാക്കി എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, പൈ ബൈ 2 ഞാൻ വെളിയിലെടുത്തു, പൈ ബൈ 2 ആൾറെഡി അവിടെ ഉള്ളതാണ്, 1/√2 പൈ, അത് ഞാൻ ഇവിടെ എഴുതി. ഇനി എന്താ ഇൻ്റഗ്രേഷൻ നടത്തും, ഇ റേസ് ടു ഐ ലാംഡ എക്സ് മൈനസ് ഐ ലാംഡ എക്സ്, ഇ റേസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡിവൈഡ് ബൈ മൈനസ് ഐ ലാംഡ. ക്ലിയർ ആണല്ലോ, വിച്ച് ദ ലിമിറ്റ് 0 to പൈ. ക്ലിയർ ആണല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നു. പൈ ബൈ 2√2 പൈ എന്താണ് അപ്പർ ലിമിറ്റ് എടുക്കുമ്പോഴത്തേക്കും, ഇ റേസ് ടു മൈനസ് ഐ ലാംഡ പൈ ഡിവൈഡഡ് ബൈ ഐ ലാംഡ പ്ലസ് 1/i ലാംഡ. അതെങ്ങനെയാണ് 1/i ലാംഡ വരുന്നത്, നമുക്ക് ഈ എക്സിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് ഇ റേസ് ടു 0 1 ആയി. ആൾറെഡി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ, അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിലൊരു മൈനസ് ഉണ്ട്, രണ്ടും കൂടി എന്തായി മാറും, പ്ലസ് ആയിട്ട് മാറും. നമുക്ക് ഈ ഫൈനൽ ആൻസർ എനിക്ക് എങ്ങനെ എടുത്തെഴുതാം, പൈ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ഐ പൈ ലാംഡ ഡിവൈഡഡ് ബൈ 2√2 പൈ ഐ ലാംഡ. ഓക്കെ ആണോ, ഇവിടം വരെ ക്ലിയർ അല്ലേ, ഇവിടം വരെ എന്താണെന്ന് മനസ്സിലായില്ലേ, നമ്മുടെ കോമൺ അല്ലേ. അപ്പോൾ ഇങ്ങനെ അകത്തോട്ട് എഴുതി മൾട്ടിപ്ലൈ ഇങ്ങനെ എഴുതി കൂടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫൈൻഡ് ചെയ്തു, ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്തു, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് ഫൈൻഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു, രണ്ടും ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എഫ് ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു എന്താ, √2 പൈ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്താ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. ക്ലിയർ ആണല്ലോ. ഈക്വൽ ടു എന്ത് വരും, നമ്മുടെ √2 പൈ അതേപോലെ എഴുതി ഇതിൻ്റെ വാല്യൂ എടുക്കുക. ഇതിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടിയ, 1 മൈനസ് ഇ റേസ് ടു മൈനസ് ഐ പൈ ലാംഡ ഡിവൈഡഡ് ബൈ 2√2 പൈ ഐ ലാംഡ. ഇനി എന്താ, ഇൻറ്റു ആണല്ലോ, ഇൻറ്റു എന്താ അടുത്ത് നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ, പൈ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ഐ പൈ ലാംഡ, ബാക്കി എന്താ, ഡിവൈഡഡ് ബൈ 2√2 പൈ ഐ ലാംഡ. ക്ലിയർ ആണ്. രണ്ടും ഞാൻ എന്ത് ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഞാൻ ഇവിടെ എടുത്ത് എഴുതുന്നേ ഉള്ളൂ. ഇനി അടുത്ത് എന്താ, √2 പൈ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുണ്ട്, ഒരു 2 ഉണ്ട്, 2√2 പൈ ഉണ്ട്, മൾട്ടിപ്ലൈ എന്താ, 4√2 പൈ ഡിനോമിനേറ്ററിൽ വരും. ഐ ലാംഡ ഇൻറ്റു ഐ ലാംഡ എന്താണ്, ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്, മൈനസ് ലാംഡ സ്ക്വയർ. അതുകൊണ്ട് ആ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു. ബാക്കി എന്താ, പൈ ഉള്ളത് അതേപോലെ എഴുതി, രണ്ടും കോമൺ അല്ലേ, a മൈനസ് ബി ഇൻറ്റു a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് 1 മൈനസ് ഇ റേസ് ടു ഐ പൈ ലാംഡ ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഡിവൈഡഡ് ബൈ എന്താണ്, 4√2 പൈ എന്താ, 4√2 പൈ
ലാംഡ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. അത് മനസ്സിലാക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ഇവിടം വരെ ഈസിയാണ്. എന്താണ്? രണ്ട് ഫംഗ്ഷൻ്റെ എന്താണ് കൺവല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ കൺവല്യൂഷൻ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഓരോ ഫംഗ്ഷൻ്റെയും ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അതാണ് കൺവല്യൂഷൻ അല്ലേ? നമുക്ക് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ഇടുമ്പോൾ പുതിയൊരു ഫംഗ്ഷൻ കിട്ടുന്നു, അതല്ലേ കൺവല്യൂഷൻ. ഇപ്പം നമുക്ക് ക്ലിയർ ആയില്ലേ? രണ്ട് ഫംഗ്ഷൻ്റെയും കൂടെ എന്തെടുത്താൽ മതി? ഫൊറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതി, അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? ന്യൂ കൺവല്യൂഷൻ, ന്യൂ ഫംഗ്ഷൻ കിട്ടും. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി. എഫ് സ്റ്റാർ ജിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്? എഫ് സ്റ്റാർ ജി ഈക്വൽ ടു എന്താ? √2π എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇതേ മോഡൽ തന്നെയാണ്. ഫൈൻ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് where f of x equal to e raised to minus 2x if x greater than 0, 0 if x less than or equal to 0, g of x equal to എന്താ? e raised to minus 3x if x greater than or equal to 0, 0 if otherwise. നോക്കിക്കേ ബാക്കിയെല്ലാം. ബൈ കൺവല്യൂഷൻ തിയറം ക്യാപിറ്റൽ എഫ് ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു √2π ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യേകം ഞാൻ അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ എഫ് അല്ലത് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് കേട്ടോ. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു √2π ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഫംഗ്ഷൻ, ക്വസ്റ്റ്യനിലുള്ള ഫംഗ്ഷൻ എടുത്ത് എഴുതി. ഇവിടെ പറയുന്നുണ്ട് എന്താണ് പ്രത്യേകതയെന്ന്. എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞേക്കുന്നത്? -∞ മുതൽ +∞ വരെയാണ് ലിമിറ്റ് എങ്കിൽ അതിനകത്ത് എക്സ് ഗ്രേറ്റർ ദാൻ 0, അതായത് 0ക്ക് മുകളിലോട്ട്, അതായത് 0 to ∞ വരെയാണ് e raised to minus 2x. അതിന് താഴോട്ടുള്ള എന്താണ്? 0 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ലിമിറ്റ് എന്തേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ? 0 to ∞ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നോക്കിക്കേ എല്ലാവരും, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതി. ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ +∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു e raised to minus i lambda x dx. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ പറഞ്ഞു 0 to ∞ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ലിമിറ്റ് എന്തായി മാറി? 0 to ∞ e raised to minus 2x ഇൻറ്റു e raised to minus i lambda x dx. ക്ലിയർ ആണ്? ഇപ്പോൾ നോക്കിക്കേ, ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു മോഡൽ വന്നാൽ a raised to m ഇൻറ്റു a raised to n എന്താ? a raised to m plus n. അതേപോലെ ഇവിടെ പറഞ്ഞാണ് നമുക്ക് എന്ത് ചെയ്യാം? e raised to minus 2x minus i lambda x എന്ന് പറഞ്ഞുകൂടെ? രണ്ട് മൈനസ് ആയതുകൊണ്ട് a raised to m നോക്കിക്കേ, a raised to minus m ഇൻറ്റു a raised to minus n. എനിക്ക് എങ്ങനെ പറയാം? e raised to minus m minus n എന്ന് പറഞ്ഞുകൂടെ? ഇവിടെ എന്താ ചെയ്തേ? ഒരു മൈനസ് കോമൺ എടുത്തു. അപ്പോൾ എന്ത് പറയാം? a raised to minus of m plus n. അപ്പോൾ ഇവിടെ എന്ത് വരും? e raised to minus of 2 plus i lambda ഇൻറ്റു എക്സ്. ഒരു എക്സ് കോമൺ എടുത്തു, ഒരു മൈനസും കോമൺ എടുത്തു. ഒരു എക്സ് കോമൺ എടുത്തു, മൈനസും കോമൺ എടുത്തു. കാരണം എന്തിനാണ് എക്സ് കോമൺ എടുത്ത് നിർത്തിയേക്കുന്നത്? e raised to ax എന്ന് പറഞ്ഞ ഫോമിലാക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? dx. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സിമ്പിൾ ആയല്ലോ. എന്താ? e raised to ax ഇൻ്റഗ്രൽ എന്താ? e raised to ax by a. അപ്പോൾ ഇവിടെ എന്താവും? e raised to minus of 2 plus i lambda x ഡിവൈഡഡ് ബൈ എന്ത് വരും? minus of 2 plus i lambda വിത്ത് ലിമിറ്റ് 0 to ∞. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് എന്താണ്? 0 ആവും. കാരണം e raised to ∞ 0 ആണ്. -1/- of 2 plus i lambda എന്താണ്? 0 കൊടുക്കുക. ലോവർ ലിമിറ്റ് എടുക്കുമ്പം ലോവർ ലിമിറ്റ് ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ്, ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പം e raised to 1 ആണ്. 1/- of 2 plus i lambda which is equal to എന്ത് വരും? ഈ മൈനസും പ്ലസ് ആയിപ്പോയി. ബാക്കി 1/√2π 2 plus i lambda. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് കിട്ടി. ജി ഓഫ് എക്സ് എങ്ങനെയാ? e raised to minus 3x if x greater than or equal to 0, 0 otherwise. ഓക്കെ ആണല്ലോ? ഇവിടെയും എന്ത് തന്നെയാണ്? 0 to ∞ വരെ ലിമിറ്റ് എന്താണ്? e raised to minus 3x ആണ്. അതർവൈസ് എല്ലാം എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? e raised to minus 2x ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതേപോലെ e raised to minus 3x ചെറിയൊരു മാറ്റമല്ലേ വരുന്നുള്ളൂ. എന്ത് മാറ്റമാ? ഇവിടെ നോക്കിക്കുകയും e raised to minus 2x ആയപ്പം 2 plus i lambda വന്നു. അപ്പോൾ ഇവിടെ e raised to minus 3x ആകുമ്പോൾ ഇവിടെ എന്ത് വരും? ചെറിയൊരു മാറ്റം വരും. എന്ത് മാറ്റം വരും? 3 plus i lambda എന്നാവും. ഓക്കെ ആണ്? അപ്പം നമുക്ക് സിമിലർലി ഇട്ട് എഴുതി കൂടെ? ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്ക് നോക്കി എഴുതണം. ഇപ്പോൾ ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ അതും കൂടെ ഫൈൻ ചെയ്യണം കേട്ടോ. ഇപ്പം നിങ്ങളൊരു 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിമിലർലി ഇട്ട് എഴുതിയാൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 1/√2π 3 plus i lambda എന്ന് കിട്ടും. ഇവിടെ വരെ ഓക്കെ ആണല്ലോ? എന്താണെന്ന് എങ്ങനെയാണ് വന്നതെന്ന്
സിമിലർലി ഇട്ട് എഴുതിയതാണ്. കാരണം ഇതേപോലത്തെ എഫ് ഓഫ് എക്സ് ആണ് നേരത്തെ ഉള്ളത്. ഇത് ജി ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് 3x ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് 2x ആയിരുന്നു. സിമിലർലി അപ്പോൾ ഇവിടെ 2 + i ലാംഡ ആണെങ്കിൽ ഇവിടെ 3 + i ലാംഡ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്വേഷനകത്ത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു √2π ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്താ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് √2π ഇൻറ്റു ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഇതിൻ്റെ വാല്യൂ നോക്കിക്കേ, ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഇനി എന്താ ക്യാൻസൽ കളയുമ്പോൾ എന്താ വരുന്നത്, √2πയും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്ത് വരും, എന്താ ഫൈനൽ ആൻസർ വരുന്നത് നോക്കി. ഇതിൻ്റെ ഫൈനൽ ആൻസർ 1/√2π ഇൻറ്റു 2 + i ലാംഡ ഇൻറ്റു 3 + i ലാംഡ എന്ന് വരും. ക്യാൻസൽ കളഞ്ഞിട്ട് അതേപോലെ എഴുതുകയാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഫൈനൽ ആൻസർ കണ്ടോ എല്ലാവരും, എളുപ്പമല്ലേ? എന്തൊക്കെ ചെയ്തേ നമ്മൾ, ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ച്, കൺവല്യൂഷൻ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്താണ് കൺവല്യൂഷൻ അല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി എങ്ങനെയാണ് ചെയ്യുന്നത്, √2π ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. നമുക്ക് 2 ഫംഗ്ഷൻ തന്നേക്കും. ആ 2 ഫംഗ്ഷൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഫോറിയർ ട്രാൻസ്ഫോം സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, എഫ് സ്റ്റാർ ജിയുടെ ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാം. ഇതെന്താണ്, കൺവല്യൂഷൻ തിയറമാണ്, നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? താങ്ക് യു.